റൂട്ട് ഓഫ് 196 പ്ലസ് 49 വില കാണുക. ഇവിടെ റൂട്ട് ചിഹ്നത്തിനകത്ത് രണ്ട് സംഖ്യകൾ കൂട്ടി എഴുതിയിരിക്കുകയാണ്. റൂട്ട് ചിഹ്നത്തിനകത്ത് രണ്ട് സംഖ്യകൾ കൂട്ടി എഴുതിയിരിക്കുകയാണ്. ഈ റൂട്ട് ചിഹ്നത്തിനകത്ത് രണ്ട് സംഖ്യകൾ കൂട്ടി എഴുതുമ്പോഴും കുറച്ച് എഴുതുമ്പോഴും, റൂട്ട് ചിഹ്നത്തിനകത്ത് രണ്ട് സംഖ്യകൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ വേറെ വേറെ റൂട്ട് കണ്ട് ചെയ്യാൻ പാടില്ല. വേറെ വേറെ റൂട്ട് കണ്ട് ചെയ്യരുത്. അതായത് 196 റൂട്ട് 14, 49 റൂട്ട് 7 അങ്ങനെ കൂട്ടാൻ പാടില്ല. നമ്മൾ കൂട്ടിയതിന് ശേഷം റൂട്ട് കാണണം. അപ്പോൾ രണ്ടും കൂടി കൂട്ടുമ്പോൾ 245 വരും. അപ്പോൾ 245 റൂട്ട് കാണണം. 245 പെർഫെക്റ്റ് സ്ക്വയർ അല്ല, 245 പൂർണ്ണവർഗമല്ല, കൃത്യമായ വർഗ്ഗമൂലമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 245 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 245 അഭാജ്യ ഘടകങ്ങളായി പിരിച്ചെഴുതുക. അതായത് പ്രൈം നമ്പേഴ്സ് കൊണ്ട് മാത്രം ഹരിക്കുക 1 എത്ര വരെ. ഇപ്പോൾ 245 നമ്മൾ 5 കൊണ്ട് ഹരിച്ചു, 4 5 20, ശിഷ്ടം 4 45, 9 5 45, 49 കിട്ടി. 7 കൊണ്ട് ഹരിക്കുമ്പോൾ 7 7 49, വീണ്ടും 7 കൊണ്ട് ഹരിക്കുമ്പോൾ 1 7 7. അപ്പോൾ ഈ 245 നമുക്ക് എങ്ങനെ എഴുതാം? 5 × 7 സ്ക്വയർ എന്ന് എഴുതാം. 5 × 7 സ്ക്വയർ. നമുക്കിതിൽ 5 അതുപോലെ എഴുതിയിട്ട് 7 സ്ക്വയർ എത്രയാണ്? 49 അല്ലേ? 7 സ്ക്വയർ 7 49. ഇപ്പോൾ എന്തായി? 5ന് റൂട്ടില്ല, അതായത് 5 പൂർണ്ണവർഗ്ഗമല്ല. പക്ഷേ 49 പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 49 പൂർണ്ണവർഗ്ഗമാണ്. അതിൻ്റെ റൂട്ട് നമുക്ക് എഴുതാം. അപ്പോൾ ഈ റൂട്ട് 5 അതുപോലെ ഇട്ടു, ഇൻറ്റു 49 റൂട്ട് 7, റൂട്ട് 5 × 7 ഗുണിച്ച ഉത്തരം 7 √5.